ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്സ് ഡോമിനെ പറ്റിയാണ്. കഴിഞ്ഞ വീഡിയോയുടെ അടിയിൽ കുറേ കമൻസ് കണ്ടു, ആർസണൽ യങ്സ്റ്ററിനെ പറ്റി വീഡിയോ ചെയ്യൂ, മാക്സ് ഡോമിനെ പറ്റി വീഡിയോ ചെയ്യൂ, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മാക്സ് ഡോമിനെ പറ്റി തന്നെ വീഡിയോ ചെയ്യാമെന്ന്. ആൻഡ് ഇറ്റ്സ് ഓൾസോ മൈ ഫേവറേറ്റ് ക്ലബ്. ആർസണലിൻ്റെ പ്രീ സീസൺ ഗെയിംസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3 കളി കഴിഞ്ഞു, എ സി മിലനായിട്ടും ന്യൂ കാസിലായിട്ടും സ്പേഴ്സായിട്ടും. ഈ 3 കളിയിലും ഏറ്റവും നന്നായി ഇമ്പ്രസ് ചെയ്തൊരു പ്ലെയറാണ് മാക്സ് ഡോമൻ. 15 വയസ്സുള്ളൂ. ആൻഡ് ഹീസ് ദ ബെസ്റ്റ് 15-year-old ഇൻ ദ കൺട്രി എന്ന് പറഞ്ഞത് ഡെക്ലൻ റൈസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം. 5 വയസ്സിൽ ഫസ്റ്റ് ടീമിൽ ഫ്രണ്ട് കളിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിസ്സാര കാര്യമല്ല. ചെക്കൻ അമ്മാതിരി കളി കളിച്ചത് 3 കളി. ഫസ്റ്റ് കളി എ സി മിലാൻ്റെ കൂടെ വളരെ നല്ല കളിയായിരുന്നു. സെക്കൻഡ് കളി ന്യൂ കാസിലിൻ്റെ നല്ല കുറേ റൺസ് ഇട്ടു. ഒരു റണ്ണിൽ നമുക്കൊരു പെനാൽറ്റി വിൻ ചെയ്തു. ജോയലിൻ്റൺ ഒരു ഫൗൾ കൊടുക്കേണ്ടി വന്നു, നമുക്കൊരു പെനാൽറ്റി കിട്ടി. അത് ഓഡെഗാർഡ് അടിച്ചിട്ടാണ് നമ്മൾ കളി ജയിച്ചത്. ടോട്ടനാമിൻ്റെ കൂടെയും വളരെ നല്ലൊരു ഭയങ്കര പ്രോസ്പെക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. 15 വയസ്സിൽ 6 അടി പൊക്കമുണ്ട്. ആ വയസ്സിൽ അത്രയും പൊക്കം, അത്രയും ഫിസിക്കൽ ഡോമിനൻസും പിച്ച് കാണിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസൺ മുതൽ ആർട്ടേറ്റ വളരെ ഇമ്പ്രസ്ഡ് ആയിരുന്നു മാക്സ് ഡോമനിൽ. 2-3 പ്രസ് കോൺഫറൻസിൽ മാക്സ് ഡോമൻ്റെ പേരെടുത്ത് പറയുകയും ചെയ്തു. പല നിയമങ്ങൾ കൊണ്ടാണ് പല കോമ്പറ്റീഷനും കളിപ്പിക്കാൻ പറ്റാത്തത്. 16 വയസ്സാവാൻ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കളിപ്പിച്ച് തുടങ്ങാം. പക്ഷേ പല ഗെയിം റൂൾസ് നമുക്ക് അനുവദിക്കാത്തതുകൊണ്ടാണ് കളിപ്പിക്കാത്തത്. PL2 കഴിഞ്ഞ സീസൺ 22 ഗെയിംസിൽ 17 ഗോളും 10 അസിസ്റ്റും എന്തോ കിട്ടിയിട്ടുണ്ട്. ആർസണൽ അണ്ടർ 18 ടീമിൽ മാക്സ് ഡോമൻ കളിക്കുന്ന സമയത്ത് മാക്സ് ഡോമന് 13 വയസ്സുള്ളൂ. അപ്പോൾ ഞാൻ 2-3 വർഷം മുന്നേ ഒരു ട്വിറ്റർ അക്കൗണ്ടിൽ വായിച്ചതാണ്, മാക്സ് ഡോമൻ്റെ മുമ്പിൽ ഒരു സ്പെഷ്യൽ പ്രൊജക്റ്റ് ആർസണൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, നെക്സ്റ്റ് 5 വർഷത്തേക്ക് എങ്ങനെ ട്രെയിൻ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അത് ആക്ച്വലി മാക്സ് ഡോമൻ അത് പിച്ചിൽ കാണിക്കുന്നുണ്ട്, ആ പ്രൊജക്റ്റ് എന്തുകൊണ്ട് പ്രസൻറ്റ് ചെയ്തു എന്നുള്ളത്. കാരണം സാധാരണ നമ്മൾ ആർസണൽ അക്കാഡമി അല്ലെങ്കിൽ ഹെയ്ലൻഡിൽ നിന്ന് വരുന്ന ജനറലി ഒരു പ്രോസ്പെക്റ്റിനെ പറ്റി എല്ലാവരും ഭയങ്കര ഹൈപ്പ് കൊടുക്കും. ഹെയ്ലൻഡിന് ഒരു കാലത്തും ടാലൻറ്റിന് ഒരു കുറവില്ലാത്തൊരു അക്കാഡമിയാണ്. എല്ലാ വർഷവും ഏതെങ്കിലും കുറേ നല്ല പ്ലേയേഴ്സ് എപ്പോഴും എല്ലാ വർഷവും വരുന്ന ഒരു അക്കാഡമിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ ആദ്യം വിചാരിച്ച മാക്സ് ഡോമൻ അതേപോലത്തെ ഒരു പ്ലെയർ ആയിരിക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, സെർജ് ഗ്നാബ്രി ഇങ്ങനെ ഭയങ്കര ഹൈപ്പ് കൊടുത്തൊരു പ്ലെയർ ആയിരുന്നു. എന്നിട്ട് അവസാനം ജർമ്മനിയിൽ നിന്നൊരു ക്ലബ്ബ് ഒന്ന് മേടിച്ചുകൊണ്ടു. സ്ഥിരം ഇംഗ്ലീഷ് ഒരു പ്രോസ്പെക്ട്സിൻ്റെ വിധി അങ്ങനെയാണ്. ഇപ്പോൾ ജൂഡ് ബെല്ലിംഗ്ഹാമിനെ നമ്മൾ കണ്ടില്ലേ, സെർജ് ഗ്നാബ്രി അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ചു മാക്സ് ഡോമൻ ചിലപ്പോൾ അങ്ങനെ ആയി പോകും, ചിലപ്പോൾ ഡോട്ട്മണ്ടിലേക്കൊക്കെ പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഭാഗ്യത്തിന് ആർസണലിൽ തന്നെ നിന്നു. ആൻഡ് ആർസണൽ അക്കാഡമി ഈസ് നോൺ ഫോർ ക്രിയേറ്റിംഗ് സച്ച് ടാലൻസ്. നമ്മൾ ഈതൻ ന്വാനേരിയെ കണ്ടു. ഈതൻ ന്വാനേരി ഈസ് ആക്ച്വലി എ ഗുഡ് കോമ്പറ്റീഷൻ ടു ഓഡെഗാർഡിൻ്റെ ചില സമയത്ത് കളി കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും ആർസണൽ ഫാൻ. ന്യൂ കാസിലൂടെ കളിയിൽ ഈവൻ മാക്സ് ഡോമൻ വാസ് ഗെറ്റിംഗ് അപ്സെറ്റ്. ഇവനെന്താ ബോൾ വരാത്ത എന്നുള്ള രീതിയിൽ ഓഡെഗാർഡിനെ നോക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് ക്യാപ്റ്റനെയാണ് നോക്കുന്നത്, ഒരു 15 വയസ്സുള്ള ചെക്കൻ. എനിക്ക് തോന്നുന്നു ഓഡെഗാർഡ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാനുണ്ടുള്ളൂ ഈ കളിയിൽ നിന്നൊക്കെ. കാരണം തൊട്ട് താഴെ ന്വാനേരി ഉണ്ട്, ഇനിയിപ്പോൾ ഡോമൻ വരും. അപ്പോൾ ഓഡെഗാർഡ് ഷുഡ് ബി അലേർട്ട്. ഹിസ് പ്ലേസ് ഇസ് നോട്ട് ദെയർ ഫോർ എവർ. നന്നായി കളിച്ചില്ലെങ്കിൽ ടീമിൽ നിന്ന് സ്ഥാനം പോകുമെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നൊരു പ്ലെയറാണ് ഓഡെഗാർഡ്. മാക്സ് ഡോമൻ പക്ഷേ കളിക്കുന്നത് കൂടുതൽ പ്രൊഡോമിനൻ്റ്ലി റൈറ്റ് വിങ്ങിലാണ്. സാക്കയുടെ ബാക്കപ്പായിട്ടാണ് 3 കളിയും കളിച്ചത്. സാക്കയുടെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് വന്നതും. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് സീസണിലേക്ക് വരുമ്പോൾ കൂടുതൽ റൈറ്റ് വിങ്ങിൽ തന്നെയായിരിക്കും കളിക്കുക. സാക്കയുടെ ബാക്കപ്പായിട്ടായിരിക്കും ആർട്ടേറ്റ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഈതൻ ന്വാനേരി കഴിഞ്ഞ സീസൺ അങ്ങനെ തന്നെയാണ് കളിച്ചത്. അപ്പോൾ ഈ സീസൺ എനിക്ക് തോന്നുന്നു മാക്സ് ഡോമൻ ഒരു പ്രീമിയർ ലീഗ് ഡെബ്യൂ എന്തായാലും നടത്തുമായിരിക്കും. ഈതൻ ന്വാനേരിക്കാണ് ഇപ്പോൾ റെക്കോർഡുള്ളത്, യങ്ങസ്റ്റ് പ്ലെയർ ടു എവർ ഫീച്ചർ ഇൻ എ പ്രീമിയർ ലീഗ്. അത് മിക്കവാറും അടുത്ത സീസൺ മാക്സ് ഡോമൻ കൊണ്ടുപോകും. മാക്സ് ഡോമനാണ് യങ്ങസ്റ്റ് പ്ലെയർ ടു സ്കോർ എ ഗോൾ ഇൻ UEFA യൂത്ത് ലീഗ്. അങ്ങനെ കുറേ റെക്കോർഡ് ഓൾറെഡി ഡോമൻ്റെ പേരിലുണ്ട്, ബിക്കോസ് ഈസ് സച്ച് എ ടാലൻറ്റ്. 15-ാമത്തെ വയസ്സിൽ 6 അടി പൊക്കവും ആ ഒരു ഫിസിക്കൽ പ്രൊഫൈലും വെച്ച് ഏത് ടീമിൽ വന്നാലും ഒരു പ്രോസ്പെക്റ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ സീസണിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹേലൻഡിൽ വന്ന് 2 പേരെ സ്കൗട്ട് ചെയ്ത് മേടിച്ചുകൊണ്ട് എയ്ഡൻ ഹീവനും ചിഡോബി മാർട്ടിനും. അവരെനിക്ക് അത്ര വലിയ പ്രോസ്പെക്റ്റായിട്ട് തോന്നിയില്ല, പക്ഷെ മാക്സ് ഡോമൻ ഈസ് എ പ്രോസ്പെക്റ്റ്. അപ്പോൾ ആർസണലിൻ്റെ ഏറ്റവും വലിയൊരു റിസോഴ്സുമാണ് ഈ ഹെയ്ലൻഡ് അക്കാഡമി പ്ലെയേഴ്സ്. ഇപ്പോൾ മൈൽസ് ലൂയിസ് കെല്ലി, ഈതൻ ന്വാനേരിയൊക്കെ നമുക്ക് അക്കാഡമിയിൽ നിന്ന് ഉണ്ടായ പ്ലെയേഴ്സാണ്. ഐ ആം ആക്ച്വലി എക്സൈറ്റഡ് ടു സീ ദീസ് കൈൻഡ് ഓഫ് പ്ലേയേഴ്സ് നെക്സ്റ്റ് സീസൺ. എനിക്ക് ഈ പുതിയ സൈനിങ്സ് ഒന്നും അത്ര വലിയ ഒരു കോൺഫിഡൻസ് ഒന്നും തരുന്നില്ല നെക്സ്റ്റ് സീസണിലേക്ക് പോകുമ്പോൾ. ആർസണൽ ശരിക്കും ചെയ്യേണ്ടത് ഒരു ഗലാക്റ്റിക്കോ പ്രൊജക്റ്റാണ് നെക്സ്റ്റ് സീസണിലേക്ക് വരുമ്പോൾ ചെയ്യേണ്ടിരുന്നത്. ലൈക്ക് ഗോയിങ് ഫോർ എവറിത്തിങ്. ലൈക്ക് ഇനിയിപ്പോൾ പ്രീമിയർ ലീഗ് അടിക്കണം, ചാമ്പ്യൻസ് ലീഗ് അടിക്കണം, എക്സ്ക്യൂസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ പ്ലെയേഴ്സിനൊക്കെ ആയിരുന്നു കൊണ്ടുവരേണ്ടിയിരുന്നത്. ഇതുവരെ അങ്ങനത്തെ സൈനിങ് ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ 1 മാസം കൂടി ഉണ്ട് ട്രാൻസ്ഫർ വിൻഡോ, ചിലപ്പോൾ കൊണ്ടുവരുമായിരിക്കും ആരെങ്കിലുമൊക്കെ. ബട്ട് സോ ഫാർ ലുക്കിംഗ് അറ്റ് ദ ട്രാൻസ്ഫർ വിൻഡോ ഇറ്റ്സ് വെരി ബിലോ പാർ പെർഫോമൻസ് ഫ്രം ആർസണൽ. എനിക്ക് ഇങ്ങനത്തെ പ്ലേയേഴ്സിനെ കാണാനാണ് ഞാൻ കൂടുതൽ എക്സൈറ്റഡ്. മാക്സ് ഡോമൻ, ഈതൻ ന്വാനേരി അങ്ങനെ കളിക്കും. അപ്പോൾ ലെറ്റ്സ് സീ ഹൗ മാക്സ് ഡോമൻ ഇസ് ഇംപ്രസിംഗ് ദ പ്രീമിയർ ലീഗ് നെക്സ്റ്റ് സീസൺ.